മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ജി സുധാകരൻ. മൈക്കിന് മുന്നിൽ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയ്യപ്പ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഭാരവാഹികളായി വരുന്നവരുടെ പക്വതയില്ലായ്മ ഒരു പ്രശ്നമാണെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അയ്യപ്പനെ തട്ടിക്കൊണ്ടുപോകാൻ കിട്ടിയാൽ ഒരു കൂട്ടം അതും ചെയ്യുമെന്നും സുധാകരൻ പരിഹസിച്ചു. ഒന്ന് കേട്ടുവരാം. മലയാളികൾ ഒരു കൂട്ടം ദൈവത്തിനെ തന്നെ ശബരിമല അയ്യപ്പനെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ അവസരം കിട്ടി അവർ ചെയ്യും. മൈക്കിന്റെ മുമ്പിൽ വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമല അയ്യപ്പോ എന്ന് ഇങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ കാണിക്കാന് ഇതൊന്നും ശരിയല്ല. അപ്പൊ ആ പോസ്റ്റിന് പറ്റിയ പക്വതയല്ലത്. പലപ്പോഴും തന്നെ ഭാരവാഹികളായി വരുന്നവരുടെ അപക്വതകളും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമാണ്. പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പക്വതയില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ശബരിമലയിൽ അത്തരം യോഗത്തിൽ പോയിട്ട് വിളിക്കേണ്ടതുണ്ടോ? രണ്ടു തരം വിളികളുണ്ട്. നമുക്ക് ആ വിളി ഒന്ന് കേട്ടിട്ട് വരാം. എന്താണ് ഈ പ്രസംഗത്തിനിടയിലാണ് ആ മുദ്രാവാക്യം വിളിച്ചു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ നിങ്ങൾ വിളിച്ചു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഇതാണ് ഇപ്പോൾ സുധാകരൻ വിമർശിച്ചത്. പിന്നീട് ഇദ്ദേഹം മാപ്പ് പറഞ്ഞു കേട്ടു. അത് ആ സാഹചര്യത്തിൽ അറിയാതെ വന്നു പോയതാണ്. അങ്ങനെ വിളിച്ചത് ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതേപോലെ ഒരു മുദ്രാവാക്യം വേണ്ടി നമ്മൾ കേട്ടത് അന്ന് നാമജപ ഘോഷയാത്ര പുത്തരിക്കണ്ട മൈതാനത്തിൽ സമീപിച്ച സമയത്ത് അയ്യപ്പ കീ ജയ് എന്ന് വിളിച്ചു വരാൻ, അല്ലേ? അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? സ്വാമി ശരണം എന്നുള്ളതല്ലേ വിളിക്കുന്നത്. അയ്യപ്പനെ മുദ്രാവാക്യം പോലെ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വലിയ വിമർശനമാണ് പി എസ് പ്രശാന്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത് സുധാകരൻ. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്. ജി സുധാകരൻ പറയുന്നത് പി എസ് പ്രശാന്തിന് വേണ്ടത്ര പക്വതയില്ല, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ മുദ്രാവാക്യം വിളിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അയ്യപ്പ എന്ന് മുഷ്ടി ചുരുട്ടി വിളിച്ചതിൽ കണ്ടത് എന്നാണോ? തീർച്ചയായും ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്ത് പക്വതയാണ് ഉള്ളത്? അതായത് ഇത്തരമൊരു പൊതുവേദിയിൽ അയ്യപ്പ എന്ന് വിളിക്കേണ്ടത് എന്തിന്റെ കാര്യമാണ്? അങ്ങനെ ആരെ കാണിക്കാൻ അങ്ങനെ അയ്യപ്പ എന്ന് വിളിക്കുന്നത്? അത് ശരിയല്ല, പദവിക്ക് പറ്റിയ പക്വതയല്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഈ പദവിയിൽ വരുന്നവരെ സൂക്ഷിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭാരവാഹികളുടെ അപക്വത പലപ്പോഴും പ്രശ്നമായി മാറാറുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സത്യം, നീതി, അഴിമതി രാഹിത്യം ഉണ്ടാകണം. വിശ്വാസികൾക്ക് ആരാധന അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത് അടക്കമുള്ള വിമർശനങ്ങൾ എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത്. പ്രധാനമായും ഈ നിലവിലെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വെച്ചുള്ള വിമർശനമാണ് ജി സുധാകരൻ പറയുന്നത്. അതായത് ഇത്തരത്തിൽ അയ്യപ്പ എന്നൊരു പൊതുവേദിയിൽ വിളിക്കുന്നത് എന്തിന്റെ കാര്യത്തിലാണ്? അത്തരമൊരു വിശ്വാസം ഒരിക്കലും പൊതുവേദിയിലല്ല കാണിക്കേണ്ടത്, അല്ലെങ്കിൽ മൈക്കിന് മുമ്പിൽ വന്നിട്ടല്ല വിശ്വാസം കാണിക്കേണ്ടത്. ആരെ കാണിക്കാനാണ് എന്നടക്കമുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഒപ്പം അതൊരു പക്വതയുള്ള സമീപനമല്ല എന്നും ജി സുധാകരൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ സർക്കാരിനെതിരെ ശബരിമല വിഷയത്തിൽ ജി സുധാകരൻ ചില ഒളിയമ്പുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ശബരിമല വിഷയത്തിൽ താൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് ആ 3.5 വർഷം യാതൊരു അഴിമതിയും ഉണ്ടായിട്ടില്ല, ഒരു സ്വർണ്ണപ്പാളിയും ആരും കൊണ്ടുപോയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത്. അക്കാര്യത്തിൽ മനുഷ്യർ അത്രത്തോളം, അതായത് ജി സുധാകരൻ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അത്രത്തോളം മനുഷ്യർ മോശപ്പെട്ട ആളായി മാറുന്നു എന്നുള്ളതാണ് അത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ തന്നെ നടപടി വേണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരായ വിമർശനമാണ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ജി സുധാകരൻ പി എസ് പ്രശാന്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പി എസ് പ്രശാന്തിന് വേണ്ടത്ര പാകതയില്ല, പക്വതയില്ല, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒരു കൂട്ടരുണ്ട്, അവർ വേണ്ടി വന്നാൽ അയ്യപ്പനെയും കൂടി അടിച്ചുകൊണ്ട് പോകും എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്.